തങ്കം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നീ ഭയങ്കരമായിട്ട് ചായ ഉണ്ടാക്കും പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഗംഭീര ചായ, സത്യം. അതെ, അവിടെ ഇത്തിരി പഞ്ചസാരയും പാലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തേയിലയും കൂടെ വാങ്ങിച്ചിട്ടാൻ. അതില്ലാതെ പോയി, അതുകൊണ്ടാ. വെള്ളം ചൂടാക്കാൻ ഗ്യാസ് വേണ്ടേ? ഗ്യാസൊക്കെ ഉണ്ടേ. നല്ല ചായ കേട്ടോ, നല്ല ചായ, സത്യം. അല്ല, ഇവളുമാരുടെ ഉദ്ദേശം എന്താണ്? ഇത് എപ്പോ പോയതാണ്? എനിക്ക് അറിഞ്ഞൂടാ. നേരെ ഇരുട്ടാറായി. വരും വരും. അതിന് സ്വാതന്ത്ര്യം കിട്ടിയല്ലേ, രണ്ടും കൂടെ അടിച്ചു പൊളിച്ച് ഇനി കടകളിലൊക്കെ കയറി സാരി നോക്കി അത് നോക്കി ഇത് നോക്കി. പിന്നെ അധികം പൈസ കയ്യില്ലാത്തോണ്ട് കുഴപ്പമില്ല, പെട്ടെന്ന് വന്നോളൂ. അല്ല, ജമന്തിന്റെ പൈസ ഉണ്ടോ? അതെന്തെങ്കിലും കാണും. തങ്കത്തിന്റെ എന്തായാലും ഇല്ല, അവളെ ഉണ്ടെങ്കിൽ കൊറേ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടാവും. ഞാൻ അതാ രണ്ടും കൂടെ അമ്മാവിന്റെ വീട്ടിൽ സ്റ്റേ ആവൂ. ശരി, എനിക്ക് വിളിച്ച് പറയൂലേ? ഇവിടെ ഇരുട്ടിട്ട് വിളിച്ച് പറയാൻ. അപ്പൊ നമ്മളും പറയും വരണ്ട, അവിടെ നിന്നോ. അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. ഇല്ല, അങ്ങനെ ആണെങ്കിൽ അവർ രണ്ടത്തോടെ നിന്നോട്ടെ. നിനക്കെന്ത്? എന്ത് സമയത്ത് ഈ സന്ധ്യാസമയത്ത് ഈ പെണ്ണൊക്കെ ഇവിടെ കയറി വന്ന് വല്ല പേരുദോഷം ഉണ്ടാവും. നിന്റെ ആരെങ്കിലും വേണം? നിന്റെ ആരെങ്കിലും വേണം? നീ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ടുണ്ടാവും, അത് നേടിക്കൊടുക്കുക. ഹലോ സർ, ഞാനൊരു പ്രോഡക്റ്റായിട്ട് ഇറങ്ങിയതാണ് പല്ലിയെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള. ഈ രാത്രിയില? അല്ല, ഇത് ലാസ്റ്റത്തെ വീടാണ്. അപ്പോൾ പോവാ, എല്ലാം കഴിഞ്ഞ് പോവാ. അപ്പോൾ ഇവിടെയും കൂടെ കയറിയിട്ട് പോവാന്ന് വിചാരിച്ചു. അതെ, ഞങ്ങൾ രണ്ടാണുങ്ങളെ ഈ വീട്ടിൽ ഇപ്പോൾ ഉള്ളൂ. സ്നേഹം ഉള്ളതുകൊണ്ട് പറയാണ്, ഇപ്പോൾ ഈ സാധനമൊന്നും ഇവിടെ വേണ്ട. ഈ കച്ചവടം എന്ന് പറയുന്നത് നാളെ ഏറ്റവും പോയിട്ട് വാ. അല്ല സാർ, ഇത് കുഴപ്പമില്ല, ഇപ്പോൾ വാങ്ങിച്ചേക്ക്, കുഴപ്പമില്ല. ഇത് പല്ലിയെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പല്ലിയെ തുരത്തണതാ? അതല്ല, എല്ലാ വീടുകളിലും പല്ലി ഉണ്ടല്ലോ സാർ. പല്ലിയുടെ കാഷ്ടം കിടക്കുകയാണെങ്കിൽ ഇതാ പല്ലി ചലച്ചു. സത്യം. അതില്ല സാർ, ഇത് അളിയ, എൻ്റെ അവിടെ മേടിച്ചത് അവിടെ വെച്ചിട്ട് ഒരു ഗുണവും ഇല്ല. പല്ലി ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും സാർ. ഇത് ഒറിജിനൽ പ്രോഡക്റ്റ് ആണ്. ഇത് സാർ ഉപയോഗിച്ച് മാറ്റം വന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് ഇപ്പൊ ഈ സംഭവം വേണ്ട. കൊച്ചി പോവാൻ നോക്ക്, വേറെ വല്ല എവിടെയെങ്കിലും വീടുകളില്ല. ഇനി വീട്ടിലൊന്നും കാരണം ഒന്നാമത് പ്ലീസ് പ്രോഡക്റ്റ് വാങ്ങണം സാർ. എത്ര രൂപ എന്ന് പറഞ്ഞ? ഒള്ളി 110. അളിയ, ഒരു 110 രൂപ ഉണ്ടായി കൊടുക്കളിയ. 110 രൂപ ഉണ്ടായി കൊടുക്കാൻ പറ്റുമോ? ആ പ്രോഡക്റ്റ് ഒരെണ്ണം വാങ്ങിക്കാം. ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ലേ പറയണേ? എൻ്റെ പൈസ ഇല്ല. എടാ, ആവശ്യമുള്ള സാധനം മേടിക്കല്ലേ സാർ? സാറും കൂടെ വാങ്ങിച്ചൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്നെ. എൻ്റെ വീട്ടിലെ പ്രാരാബ്ദം അത്രയ്ക്കുണ്ട് സാർ. വീട്ടിൽ അനിയന് വയ്യാത്തത്, അസുഖം പിടിച്ച് അതാ. പിന്നെ കമ്പനിയുടെ പ്രഷർ കാരണം സാലറിയും വളരെ കുറവാണ്. അപ്പോൾ ഇത് നമുക്ക് ഇൻസെൻറ്റീവ് ഉണ്ട്. സാറും കൂടെ വാങ്ങുകയാണെങ്കിൽ എൻ്റെ ഇൻസെൻറ്റീവ് അച്ചീവ് ആവും. സാർ പ്ലീസ് സാർ, ഒന്ന് വാങ്ങണേ സാർ. വാങ്ങിച്ച് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ സാർ, പ്ലീസ്. സാർ, അതെനിക്കൊരു സഹായമാവും. ഇതും കൂടെ സാറും കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ മാസത്തെ സാലറി എനിക്ക് ഫുള്ള് കിട്ടും. സാറൊന്ന് വാങ്ങണം. 110. ബാക്കി 40 രൂപ സാധനം പെട്ടില്ല. ഒരു കാര്യമുണ്ട്, ഇവിടെ ആരോടും പറയണ്ട. ചേഞ്ച് ഉണ്ടോ നോക്കട്ടെ. സാധനം ഇതേ ഞാൻ മേടിച്ച കാര്യേ അവൻ്റെ അടുത്ത് പറയരുത്. അതുപോലെ നീ പാതിരാത്രി ഇങ്ങനെ വിൽക്കാൻ ഇറങ്ങി നടക്കരുത്. ആ, മനസ്സിലായില്ലേ? പോയിക്കോട്ടെ, ആള് വരുന്നതിന് മുമ്പ്. എത്രയാണ് മോളെ കുഞ്ഞെ പറഞ്ഞത്? 110 സാർ. 110 അല്ലേ? 100, 2, എണ്ണണ്ട സാർ, കുഴപ്പമില്ല. 105 ഉള്ളൂ കേട്ടോ സാർ. 5 രൂപ. 5 രൂപ അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഇല്ല സാർ, 5 രൂപ തരണം. സാധനം തന്നില്ല എനിക്ക്. 5 രൂപ നോക്കണം സാർ, വീട്ടിൽ കാണും. അതെ, ഇവിടെ ചില്ലറയൊന്നും സൂക്ഷിക്കാറില്ല, നോട്ടുകളെ കൂടുതലും ഉള്ളതേ നമ്മുടെ കയ്യിൽ. അപ്പൊ നോട്ട് തന്നാ മതി, കുഴപ്പമില്ല. ഇനിയിപ്പോ വലിയ നോട്ട് 500-ൻ്റെതേ, അത് മാറണ്ടല്ലോ. കുട്ടി, ഇത് വർക്ക് ചെയ്യുമല്ലോ അല്ലേ? അല്ല, സന്ധ്യയായി സാർ, എനിക്ക് പോവാൻ സമയമായി. അല്ല, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇത് പിന്നെ വർക്ക് ചെയ്തില്ലെങ്കിൽ ക്യാഷ് റീഫണ്ട് ചെയ്യും, കുഴപ്പമില്ല. വിളിച്ചാൽ മതി. കാണുമോ? ആ, കാണും, തീർച്ചയായിട്ടും കാണും. എവിടെയാണ് നിങ്ങളെ കാണാൻ വരണ്ടേ? നിങ്ങളുടെ ഓഫീസിൽ വന്നാൽ മതി. ഓഫീസ് എവിടെയാണ്? ഓഫീസ് ഇവിടെ അടുത്ത് തന്നെയാണ് സാർ. എടപ്പള്ളി ജംഗ്ഷനിലാണോ? ആ, ജംഗ്ഷനിൽ വന്നിട്ട് സാർ കോൺടാക്ട് നമ്പർ ഉണ്ടല്ലോ, അതിൽ വിളിച്ചാൽ മതി. കോൺടാക്ട് നമ്പർ ഇതിലുണ്ടല്ലേ? ആ,
സാർ അപ്പോൾ ശരി സാർ പോട്ടെ, സന്ധ്യയായി ഇനി പോകും. 5 രൂപ കുറവല്ല, നമുക്ക് എപ്പോഴെങ്കിലും കാണാം. നാളെ അല്ലെങ്കിൽ ഇതുവഴി വരുമ്പോൾ വേണ്ട, നാളെ വേണ്ട, ഞാൻ ഓഫീസിൽ അവിടെ എവിടെയെങ്കിലും വെച്ച് ഓക്കെ സാർ, ആ കാണാം. കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി സാർ വന്നിട്ട്. ആ ശരി ശരി സാർ. ഇത് കോൺടാക്ട് നമ്പർ ആയിരിക്കും അല്ലേ ഈ എഴുതിയിരിക്കണേ? ശേ 1 2 3 4 5 6 7 8 9 10 സീറോ ഇപ്പുറത്ത് കിടക്കണം. നീ അത് കണ്ടില്ല. സീറോ കൊള്ളാം സംഗതി. നല്ല മിടുക്കി കൊച്ചാ കേട്ടോ. കച്ചവടം അറിയാം. 5 രൂപയ്ക്ക് വേണ്ടി ചില കടക്കാരന്മാർ കിടന്ന് ബഹളം വെക്കുമ്പോൾ അത് വിട്ടുവീഴ്ച ചെയ്ത് പോയണ്ടില്ലേ. നല്ല കുടുംബത്തോടന്നോളാം. നല്ല കുട്ടിയാ. പാവം ജീവിക്കാൻ നിവർത്തിയില്ലാതെ. ഈ പണി കാണിക്കണ്ടായിരുന്നു. ഏത് പണി? അവള് ചെയ്യണ എന്താണ് അളിയ ഒരു കുഴപ്പം? ഒരു പെങ്കൊച്ച അന്തസ്സായിട്ട് കുടുംബം പോറ്റാൻ വേണ്ടി ഇങ്ങനെ ഒരു സാധനം അവള് വെറുതെ വന്ന് കൈ നീട്ടില്ലല്ലോ. നിനക്ക് എന്തല്ലേ ഒന്നും നിനക്ക് ഇഷ്ടമല്ല. പാവം കൊച്ച്. പൈസ ഉണ്ടായിരുന്നു ഞാൻ 3-4 എണ്ണം വാങ്ങിച്ചേ. പ്രാരാബ്ധക്കാരിയല്ലേ. നാത്തൂനെ എന്താടി ഇങ്ങോട്ട് വന്നേ. ഇത് വർക്ക് ചെയ്ത് നോക്കിയാ? ഓ അടി എന്നെ പറ്റിച്ചടി. ഇതണ്ട എന്റെ കുത്തിയിട്ട് ഓണാണില്ല. ഇത് ഓൺ ആവുന്നുണ്ട്. ഇത് ഞാൻ കുത്തിയിട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നു. എന്തത് പല്ലി ഓടിയാ? അല്ല ക്ലീറ്റ ചേട്ടാ, ഇത് ഞാൻ കുത്തിയിട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പം ഇതിന്റെ പുറത്തൊരു പല്ലിയിരിക്കുന്നു. പല്ലി വന്ന് ഇതിനെ തെറ്റുവാ? ഇവിടെ പല്ലി വന്ന് അതിന്റെ ഒന്നുമല്ല, ഇത് ഓണായില്ല. ഓണാകുമ്പോ ശരി ഓണാവൂല. അത് കണ്ട ഞാൻ മലയാളത്തിൽ പറഞ്ഞത്. എന്തെങ്കിലും സാധനം മേടിക്കുമ്പോൾ നല്ലത് മേടിക്കുന്നത്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നമ്മുടെ കാശ് പോവും. നിങ്ങളുടെ കാശ് ഇങ്ങനെയൊക്കെ തന്നെ പോകണം. മേടിക്കുമ്പോൾ നല്ല സാധനം നോക്കി മേടിക്കാനുള്ളൊരു ബോധമെങ്കിലും വേണം. എങ്ങനെ? അതൊന്നും ഉണ്ടാവൂലല്ലോ. എന്ത് പറയും? പിൻബുദ്ധി എന്നാണല്ലോ. ഇതാണ് അതിന്റെ ഒറിജിനൽ സാധനം. ഇത് കമ്പനി സാധനം. അതൊക്കെ ഞാൻ മേടിച്ചു. ഈ മനുഷ്യനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്താണ്? നിങ്ങളല്ലേ പറഞ്ഞത് ഇത് എന്താണ് ഇത് പ്രാന്താണ്, നിനക്ക് വട്ടാണ്, ആരെങ്കിലും കാശ് കൊടുത്ത് ഞാൻ മേടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അപ്പുറത്ത് തന്നെ കളിയാക്കിയല്ലോ. അതിന് കാര്യമുണ്ട്. ഇതിലിതാ ഒരു കമ്പനിയുടെ ഉത്തരവാദിത്വം, ഫോൺ നമ്പർ, ഇതെല്ലാ വിവരങ്ങളും ഉണ്ട്. ഇനി ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇതപ്പോ ഐസ്ക്രീമിന്റെ ബോളല്ലേ? എടി ആണെങ്കിലും ഇത് അതിന്റെ ഇതിനകത്തുള്ള ആന്തരിക അവയവങ്ങൾ വേറെയാണ്, നിലവാരമുള്ള സാധനമാണ്. ഇതുപോലത്തെ പൊട്ടിത്തെറിക്കുന്ന ബോംബല്ല. എനിക്കൊരു കാര്യം എന്നെ അംഗീകരിച്ചാൽ മതി, എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ലല്ലോ. നിനക്ക് തെറ്റ് പറ്റിയെന്ന് പറയാ? തെറ്റ് പറ്റിയിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിയതിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് ശരി. അത് ശരിയെന്ന് പറഞ്ഞാൽ ആ പൈസ പോയില്ല. നീ കൊടുത്ത ആ പൈസയും കൊടുത്തില്ല. ഞാൻ വെറും 105 രൂപ കൊടുത്തിട്ട് മേടിച്ചു. ഇത് വർക്ക് ചെയ്യണം, ഇത് നോക്കണം. നല്ലത് വർക്ക് ചെയ്യണോ ഇല്ല എന്നുള്ളത്. ഞാൻ നാത്തൂനോട് അപ്പോഴേ പറഞ്ഞല്ലേ മേടിക്കണ്ടെന്ന്. എന്ത് പൊട്ടിത്തെറിക്കാൻ? ഞാനിത് കുത്തണ്ടേ? കുത്തിയില്ലല്ലോ, പിന്നെ അങ്ങനെ പൊട്ടിത്തെറിക്കണേ? അയ്യോ അളിയാ, പറ്റിയത് അളിയാ, അളിയാ പിടിക്കാൻ നീ വാങ്ങിച്ചാണ് ഇത്? മേടിച്ചായിരുന്നു. അപ്പൊ നിന്റെ 110 രൂപയും പോയില്ലേ? ഇത് കുറച്ച് കൂടിയതാ, 150 രൂപ.